ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസ ചാൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങയും ബ്രെഡും വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് തീ പോലും കത്തിക്കാത്ത നമുക്ക് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടും കൂടിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് മാങ്ങയാണ്. ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ലോണം മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. മാങ്ങ ഫുള്ളായിട്ട് ഇതുപോലെ ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു കട്ട് ചെയ്തെടുത്ത മാങ്ങയും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് പാലാണ് നമുക്ക് ഒഴിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പാല് ഒരുപാടൊന്നും ഇതിലേക്ക് ഒഴിക്കരുത്. ഈ ഒരു മാങ്ങയുടെ ഒപ്പം നിൽക്കുന്ന ആ ഒരു വിധത്തിൽ വേണം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്കിത് നല്ലോണം തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു മാങ്ങയുടെ ജ്യൂസ് കിട്ടേണ്ടത് കേട്ടോ. ഒത്തിരി ലൂസായിട്ടൊന്നല്ല വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വലിയൊരു ഐസ് ക്യൂബും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാങ്ങ ഇതുപോലെ ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി ലൂസായിട്ട് വേണം ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ബ്രെഡ് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ എടുക്കുമ്പോൾ മിൽക്ക് ബ്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഒഴിച്ചെടുക്കുന്നത് പാലാണ് കേട്ടോ. ഈ ഒരു പാല് നല്ലോണം ചൂട് പാല് വേണം ഒഴിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച പാലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചൂട് പാലാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കുന്നത്. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ബ്രെഡ് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും ആ ഒരു മാംഗോ ജ്യൂസ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ മുകളിലായിട്ട് നട്ട്സോ നമ്മുടെ കയ്യിൽ ഉള്ള നട്ട്സ് ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും ഞാൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതുപോലെ ബ്രെഡ് വെച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ പാലൊഴിച്ചെടുക്കുകയാണ്. പിന്നെ ബാക്കി വരുന്ന ആ ഒരു മാംഗോ ജ്യൂസും കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത ആ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ പാലിനെ വേണമെന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അതിൽ കുറച്ച് മധുരം ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഫ്രഷ് ക്രീമും കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് അതും ഇതുപോലെ ഒഴിച്ചെടുക്കുക കേട്ടോ. എല്ലാം ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അതിനനുസരിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ബാക്കിയുള്ള മാംഗോ ജ്യൂസും കൂടി ഇതിൽ മുകളിലായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ബാക്കി വരുന്ന നട്ട്സും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാംഗോ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഒരു അരമണിക്കൂർ അതും അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടും കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.